ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പ്രാണായാമ ടെക്നിക്കാണ്. നമുക്കൊരു ഇനിഷ്യൽ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം. ഞാൻ ഇനിഷ്യൽ ടെൻഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യം ഒരു ടെൻഷൻ, അതാണ് ഇനിഷ്യൽ ടെൻഷൻ. അതായത് നമ്മൾ ഒരു എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ആദ്യം ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇനിഷ്യൽ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനൊരു പ്രാണായാമ ടെക്നിക്കാണ്. അത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് അതിനൊരു രീതി, ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. നിങ്ങൾ പരീക്ഷാ ഹാൾ വെച്ച് തന്നെ എക്സാം ചെയ്യാം. ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷ നടക്കുന്ന കാലമാണല്ലോ. അപ്പോൾ സാധാരണ പരീക്ഷാ ഹാളിൽ കയറി ഉടനെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യില്ല. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ തരാനായിട്ടൊക്കെ ഒരു 10 മിനിറ്റോളം നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന 1 മിനിറ്റ് ടൈം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലേക്ക് ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ പോസിറ്റീവായി തുടങ്ങുക. അതിനുശേഷം നമ്മൾ സാവകാശം ബ്രീത്ത് എടുക്കുക, ഇൻഹേൽ ചെയ്യുക ശ്വാസം. മാക്സിമം ഇൻഹലേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻഹലേഷൻ ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്തു അതിൻ്റെ ഡബിൾ സമയം എടുത്തുകൊണ്ട് എക്സലേഷൻ ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മൾ ശ്വാസം എടുക്കുന്നത് എത്ര ടൈം കൊണ്ടാണ് ശ്വാസം എടുക്കുന്നത്. അതിനെ ഒരു മനസ്സിലൊരു ഇത് വെക്കുക. അതിനെ മനസ്സിൽ ചെറുതായിട്ട് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 അങ്ങനെ ചെറുതായിട്ട് കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഹലേഷൻ ചെയ്യുക. ഇൻഹലേഷൻ പൂർത്തീകരിച്ച ശേഷം നമ്മൾ എക്സലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ, ഇപ്പോൾ നമ്മൾ 10 വരെ കൗണ്ട് ചെയ്തപ്പോഴാണ് പൂർണ്ണമായി ഇൻഹലേഷൻ നമുക്ക് പൂർത്തീകരിച്ചതെങ്കിൽ നമ്മൾ 20 വരെ കൗണ്ട് ചെയ്യുന്ന ടൈം എടുത്തുകൊണ്ട് സാവകാശം എക്സലേഷൻ ചെയ്യാം. ശ്വാസം എടുക്കുന്നു, ശ്വാസം എടുത്ത ടൈമിൻ്റെ ഡബിൾ സമയം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പം കണ്ടോ? അപ്പോൾ ശ്വാസം എടുത്ത ശേഷം വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ സെക്കൻഡ്സ് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്ത ശേഷം ഡബിൾ സമയം എടുത്തുകൊണ്ട് പതുക്കെ എക്സലേഷൻ. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. നമുക്ക് അതിനുള്ള സമയം അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആകും, നമുക്ക് ധൈര്യം വെക്കും. നമ്മുടെ ഈ ഫിയറുകളൊക്കെ നമ്മളിന്ന് പതുക്കെ റിലീസ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് നല്ലതായി തോന്നിയെങ്കിൽ നിങ്ങൾ പിന്നുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഓക്കെ.